ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ്, എൻ്റെ കസിൻസിൻ്റെ അടുത്താണ്. കസിൻസിൻ്റെ മക്കളുടെ കൂടെയാണ്. ആദ്യം തന്നെ നമുക്ക് ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. അവരോട് തന്നെ പറയാം, അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. യു കെൻ ഇൻട്രൊഡ്യൂസ്. ഹലോ, മൈ നെയിം ഈസ് അയരൻ. എത്രാം ക്ലാസ്സിലാന്ന് പറ? 2ാം ക്ലാസ്സിൽ. ഓക്കെ, 2ാം ക്ലാസ്സിലുള്ള അയരനാണ് നമ്മുടെ ആദ്യത്തെ അതിഥി. വാട്ട് ഈസ് യുവർ നെയിം? അബിഗേൽ. ഫുൾ നെയിം പറ. ഫുൾ നെയിം അബിഗേൽ മരിയ ദിലീപ്. ഓക്കെ, അബിഗേൽ മരിയ ദിലീപ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? അല്ല, നഴ്സറിയിലാണ്. പറയട്ടത്. അബി നഴ്സറിയിലാണ്. ഓക്കെ, നഴ്സറിയിലല്ലേ? നഴ്സറിയിൽ പഠിക്കുന്ന അബിഗേൽ മരിയ ദിലീപ് ഉണ്ട് നമ്മുടെ കൂടെ. പിന്നെ വാട്ട് ഈസ് യുവർ നെയിം? ആഡം പോൾ അനൂപ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? KG2 പഠിക്കുന്ന ആഡം പോൾ ഉണ്ട്. Hello, my name is Angel Rose Dilip and I'm studying in grade 9. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ബേസിക്കലി ചെയ്യാൻ പോണത്? കുക്കിംഗ്. മേക്ക് ബേക്ക്. അല്ല, എന്താ ഉണ്ടാക്കാൻ പോണെന്നല്ല. വാട്ട് ആർ വി ഗോണ ഡു? ബേക്ക് കുക്കീസ്. ബേക്ക് കുക്കീസ്. ഓക്കെ, വാട്ട് ആർ വി ഗോണ ഡു? ബേക്ക് കുക്കീസ്. എന്താ ബേക്കുന്നു, എന്താ കുക്കീസ്? കുക്കീസ് എന്താണെന്ന് അറിയാല്ലേ? What are we gonna do? Bake cookies. Okay, we're gonna bake some cookies today. അതിൻ്റെ റെസിപ്പിയും സാധനങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പേർട്സിനോട് ചോദിക്കാം. ഷെഫ് ഏഞ്ചൽ. ബേസിക്കലി നമ്മൾ ആദ്യം ഓൾ പർപ്പസ് ഫ്ലവർ വേണം. പിന്നെ നമുക്ക് ബട്ടർ വേണം, ബേക്കിംഗ് പൗഡർ വേണം, പിന്നെ ഒബ്വിയസ്ലി ബ്ലൂബെറീസ് വേണം, കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്ലൂബെറി കുക്കീസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം. നമ്മുടെ എന്താ ഇല്ലാത്തത്? നമ്മുടെ ഇപ്പോൾ ഇല്ലാത്തത് ഫ്ലോർ ഇല്ല, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇല്ല, പിന്നെ ബേക്കിംഗ് പൗഡർ ഇല്ല, പിന്നെ വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് മേടിക്കാം. So what are we gonna go do now? Buy it. From where? From Spinneys. We're gonna go shopping, guys. Bye. അപ്പം ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേഗം വരാം. അത്ര നേരം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? ഓക്കെ, കളിക്കും. ഓക്കെ, ബൈ. ലെറ്റ്സ് ഗോ. ഇവർ സ്റ്റേ ചെയ്യണത് സൈഡ് സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞിട്ട് അബുദാബിയിലുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ താഴെ തന്നെ ഒരു കോസ്റ്റാ കോഫിയും, പിന്നെ അതുപോലെ തന്നെ ദേ ഹാവ് എ സൂപ്പർ മാർക്കറ്റ് നെയിംഡ് എന്താ സ്പിന്നീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർനാഷണൽ ചെയിൻ സൂപ്പർ മാർക്കറ്റും ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ എന്ത് എക്സ്പെൻസീവ്, നമുക്ക് പോയി സാധനം മേടിക്കാം. പിന്നെ അത്ര വലിയ സംഭവമൊന്നും മേടിക്കാനില്ല. നമുക്ക് കുറച്ച് ഫ്ലോറും ബേക്കിംഗ് പൗഡറും പിന്നെ ചോക്കോ ചിപ്സുമാണ് മേടിക്കാനുള്ളത്. സോ ലെറ്റ്സ് ഗോ ഗെറ്റ് ഇറ്റ്. ഇൻ ദ മീൻ ടൈം യു ഗൈസ് എൻജോയ് ദ വ്യൂ ഫ്രം ഹിയർ. എൻ്റെ പൊന്നെ പൊളി. അപ്പോൾ ലെറ്റ്സ് ഗോ. സ്പിന്നീസിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിട്ട് വരും? സ്പിന്നീസിൽ മോസ്റ്റ്ലി ഓർഗാനിക്കലി സോഴ്സ് സാധനങ്ങളാണുള്ളത്, ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. സോ അപ്പം ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കുറച്ച് ദൂരെയായിട്ട് കടലൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി വി ആർ ഓൺ ദ 24th floor. 24 നില മുകളിലാണ് നമ്മൾ. ഈ വ്ളോഗിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തോന്നും കുളിക്കാത്ത ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെ. അങ്ങനെ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് ബ്രഷ് ചെയ്യുക മാത്രമാണ്. ബ്രഷ് ചെയ്തു, പിന്നെ ഞാൻ രാവിലെ തന്നെ ചോറും മീൻകറിയും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ്. അതും എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? 4 മണിക്കാണ്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ഇവിടെ എത്തി. നമുക്ക് ഇനി പോയിട്ട് താഴെ പോയി സാധനം മേടിക്കാം. ലെറ്റ്സ് ഗോ. അയ്യോ, അങ്ങനെ 24 നില പോകും. ഈ ഒരു ലിഫ്റ്റിൻ്റെ പ്രത്യേകത എന്താ? ഈ ലിഫ്റ്റിൽ താഴെ എത്തുമ്പോഴേക്കും നമ്മുടെ പ്രഷർ ഡിഫറൻസ് വരണ കാരണം ചെവി അടയും. കാരണം ഒന്നാമത് നല്ല സ്പീഡിലാണ് ലിഫ്റ്റ് പോകണം. ഇതാണ് ഇവർ സ്റ്റേ ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ എന്താ പറയുക, ഗ്രൗണ്ട് ഫ്ലോറിൽ പുറത്തുള്ള ലോബിയുടെ പുറത്തുള്ള എന്തോ ഒരു സാധനം. വാട്ട് ഇസ് ദ ടേം ഫോർ ദാറ്റ്? ദാറ്റ്സ് എ നെയിം ഫോർ ദാറ്റ്. എൻട്രൻസ് ഏരിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും 4 ടോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പിന്നെന്താ, കുറച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു കഴിയുമ്പോൾ ദാറ്റ്സ് എ സെപ്പറേറ്റ് ബിൽഡിംഗ്. ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം. ഇതിൻ്റെ അകത്താണ് കോസ്റ്റാ കോഫി ഉള്ളതും സ്പിന്നീസ് ഉള്ളതും. അപ്പോൾ നമുക്കിനി സ്പിന്നീസിൻ്റെ അകത്ത് വണ്ടി.
അത് തന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞേ. ഫ്ലോർ വേണം, ആ പിന്നെ ബേക്കിംഗ് പൗഡർ വേണം. ഓക്കെ, നോക്കാം എവിടെയാ. ഐ തിങ്ക് വി ആർ ഇൻ ദ റോങ്. അല്ല, ആക്ച്വലി ഐ തിങ്ക് വി ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ഓ, നമ്മൾ സ്ട്രെയിറ്റ് കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ എത്തി. ഓ, ഇവിടെ നോക്കി എടുത്തോ. അത് എവിടെയാന്ന് വെച്ചാൽ പാരസെറ്റ് വിച്ച് ഇസ് ഓൾ പർപ്പസ് ഫ്ലോർ. വിച്ച് വൺ ഡു യു വാണ്ട്? ഇത് ഫ്ലോർ ആണോ? അല്ല, അത് മിക്സ് ആണ്. ഓൾ പർപ്പസ് ഫ്ലോർ ഇസ് ദിസ് വൺ, റൈറ്റ്? ലെറ്റ്സ് ഗെറ്റ് അൽ ബേക്കർ. അൽ അറേബ്യയിലെ അൽ ബേക്കർ ഇതിൻ്റെ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം. അത് നമുക്ക് ഇത്രയും വേണോ? ഡു യു നീഡ് ദിസ് മച്ച്? വിൽ ടേക്ക് ദ സ്മോളർ വൺ ദെൻ. ഓക്കെ, നമ്മൾ വെയിറ്റ് കുറച്ച് 1/2 കിലോൻ്റെ ഒരു ഓൾ പർപ്പസ് ഫ്ലോർ. ഇനി എന്താ എടുത്തോ. ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് എടുക്കാം. ഇന്ന് 29. All right. Next year വരെ. You can take this one. And then choco chips. Best choco chips. നമുക്ക് ഒന്നിന് ചോക്കോ ചിപ്സ് ഇടാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ചോക്ലേറ്റ് കട്ട് ചെയ്ത് ചോക്ലേറ്റ് ചങ്ക്സ് ആയിട്ട്. ഇല്ല, നമുക്ക് ചിപ്സ് ഇടാം. നമുക്ക് ഇടുമ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മര്യാദയ്ക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ചിപ്സ് ഇട്ടാണ്ട് തന്നെ ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ വന്ന് നോക്കി. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ഇവിടെ. ലിൻഡോറും ലിൻഡൻ്റെ തന്നെ കുറേ ഉണ്ട്. പിന്നെ ദോസ് ലൈക്ക് എ ലോഡ് ഓഫ് ചോക്ലേറ്റ്സ്. ഭയങ്കര നമ്മളൊക്കെ കണ്ടുപരിചയമുള്ളതും കണ്ടുപരിചയമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചോക്ലേറ്റ്. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ചോക്ലേറ്റ് ഓഫ് ഓൾ ടൈം. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റുകളാണ് ട്വിക്സ്. പിന്നെ അതേ ഇരിക്കണം നമ്മുടെ കേരളത്തിലെ ചോക്ലേറ്റ്സിൻ്റെ രാജാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഫെററോ റോഷെ. അപ്പോൾ ചോക്കോ ചിപ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഇംപ്രവൈസ് ചെയ്തിട്ട് വിചാരിച്ചു ചോക്കോ ചിപ്സിന് പകരം ഒറിജിനൽ ചോക്ലേറ്റ് ബാർ വീട്ടിലിരിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് അല്ല, ഐ ഹാവ് എ ചോക്ലേറ്റ് ബാർ. അപ്പോൾ ആ ചോക്ലേറ്റ് ബാർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വി ഗോണ ഇംപ്രവൈസ്. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി കുക്ക് ചെയ്യാം. അതിന് തന്നെ ഇവിടുത്തെ ബില്ല് എത്രയാണെന്ന് നോക്കട്ടെ. ദിസ് പ്ലേസ് ഇസ് ലൈക്ക് റാദർ എക്സ്പെൻസീവ് ദാൻ ദി ഔട്ട് സൈഡ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൻ്റെ അകത്തെ എൻട്രൻസിൽ തന്നെ ഇതൊക്കെ ദിസ് ഇസ് വെരി ക്യൂട്ട്. അതായത് ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സ് ആണോ അത്? ഐ തിങ്ക് ഇറ്റ്സ് ഫ്രഷ് ഫ്ലവേഴ്സ്. ഇറ്റ് ഈസ് ഫ്രഷ് ഫ്ലവേഴ്സ്. ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ബൊക്കെയൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ കോസ്റ്റ കോഫി ഉള്ളത്. അപ്പോൾ സ്പിന്നീസ് പോലെ തന്നെ ദേ ഹാവ് എ കോസ്റ്റ കോഫി ഇൻസൈഡ് ദെയർ ബിൽഡിംഗ്, നോട്ട് ഔട്ട്സൈഡ്, ഇൻസൈഡ് ദി അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണിത്. ലൈക്ക് ഹൈറ്റ് വൈസ് ആണെങ്കിൽ ദ മോസ്റ്റ് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദിസ് ഏരിയ, റൈറ്റ്? പ്രോബബ്ലി അല്ല, ഐ എം പ്രെറ്റി ഷുവർ. കാരണം നമ്മൾ ചുറ്റും നോക്കുന്ന സമയത്ത് ലൈക്ക് ഐ എം ഓൾമോസ്റ്റ് സർട്ടൈൻ ദാറ്റ് ദിസ് ഇസ് വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിംഗ്. അതിലും ഇവർ നിൽക്കുന്നത് ഇതേ ടോളസ്റ്റ് ബിൽഡിംഗ്, ഈ ടോളസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങിലാണ്. അതായത് 4 യൂണിറ്റ്സ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് അതിൽ. 5 5 ടോളസ്റ്റിലാണ് ഇവർ നിൽക്കുന്നത്. അതിലും 24th ഫ്ലോറിൽ. നമ്മുടെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ വരുന്നത് 24th ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ വരുന്നത് 31st ആയിരിക്കും. അപ്പോൾ 31st ഫ്ലോറുള്ള 31 ഫ്ലോർസ് ഉള്ള ബിൽഡിങ്ങിൽ 24th ഫ്ലോറിലാണ് നമ്മൾ. ആൻഡ് ദ വ്യൂസ് മാഗ്നിഫിസൻറ്റ്. നമ്മുടെ ഇവിടുത്തെ ഒരു എയർപോർട്ട് ഉണ്ട്. അതായത് പ്രൈവറ്റ് ജെറ്റുകളും പ്രൈവറ്റ് ഹെലികോപ്റ്റേഴ്സൊക്കെ ടേക്ക് ഓഫ് ചെയ്യണം, ലാൻഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു പ്രസിഡൻഷ്യൽ ഫ്ലൈറ്റ്സൊക്കെ ലാൻഡ് ചെയ്യണത് ഇവിടെ ആയിരുന്നു തോന്നുന്നില്ല. സോ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ കാണുന്നത് മുഴുവൻ PJ, അതായത് പ്രൈവറ്റ് ജെറ്റ്സാണ്. പ്രൈവറ്റ് ജെറ്റ്സും ചോപ്പേഴ്സും മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ആൻഡ് ദ വ്യൂസ് അബ്സല്യൂട്ട്ലി അമേസിങ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദ ഗ്രാൻഡ് മോസ്ക് ഓഫ് അബുദാബി. അബുദാബിയുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു പള്ളി. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഞാൻ കാണിച്ചു തരാൻ മുകളിൽ ചെല്ലുമ്പോൾ. ഇതാണ് ഇവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലോബി. ലുക്ക് അറ്റ് ദ കൈൻഡ് ഓഫ് ഡീറ്റെയിൽസ് ദാറ്റ് ദേ ഹാവ്. ലെഫ്റ്റ് വന്നു. ശരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടൽ പ്രോപ്പർട്ടിയുടെ ലോബി പോലെയാണ് ലോബി ഡിസൈൻ ചെയ്തതാണ്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതില്ലാതെ കയറാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇതിൽ വേറെ ഏത് ഫ്ലോർ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഐ കാൺ ഗോ ടു എനി ഓഫ് ദോസ് ഫ്ലോർസ്. നമ്മുടെ ഡെസിഗ്നേറ്റഡ് ഫ്ലോറിലേക്കുള്ള ഈ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാൻ പോണത് എന്താ, മറ്റേ ഇവിടെ നിന്ന് 24th ഫ്ലോറിൽ ഞാൻ വേറെ ചിത്രം കാണിച്ചു തരാം. ലുക്ക് അറ്റ് ഹൗ ഫാസ്റ്റ്. കാണാൻ പറ്റിയില്ല, ഭയങ്കര സ്പീഡിലാണ് പോകണം. നമ്മൾ കയറി ഇപ്പോൾ എത്ര സെക്കൻഡായി? ഒരു 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ 24th ഫ്ലോറിലെത്തി. ഇനി ഞാൻ നിങ്ങൾക്ക് ഗ്രാൻഡ് മോസ്കിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇത് അബുദാബി
സിറ്റിയുടെ മറ്റേ ഞാൻ നേരത്തെ കാണിച്ചെന്ന സെയിം വ്യൂ ആണ്. ദിസ് ഇസ് ദ എന്താ പറയുക, ഈസ്റ്റേൺ സൈഡാണോ വെസ്റ്റേൺ സൈഡിലുള്ളൊരു വ്യൂ ആണ്. യു ഗൈസ് ക്യാൻ സീ ദ ഹൈവേ. പിന്നെ ഇതൊരു ഫേമസ് ഹോസ്പിറ്റലാണ് അബുദാബിയിലുള്ള. ഈ വഴി നമുക്ക് പോകേണ്ടത് ആ ഡയറക്ഷനിലാണെങ്കിലും നമ്മൾ ഈ ഡയറക്ഷനിൽ വന്നാൽ ഗൈസ്, എൻ്റെ മോനെ, ഇവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു വ്യൂ വരും. കാണാൻ പറ്റണ്ടോ? വാവ്. ഗ്രാൻഡ് മോസ്കിൻ്റെ മറ്റേ ഫോട്ടോ ഫ്രെയിം വെച്ചാണ് പോലെയാണ്. ഞാൻ സൂം ചെയ്യാൻ പറ്റുമോ നമ്മുടെ? ഓ ഷിറ്റ്, സോറി. ഗ്രാൻഡ് മോസ്കിൻ്റെ മറ്റേ ഫോട്ടോ ഫ്രെയിം വെച്ചാണ് പോലെയാണ്. ലുക്ക് അറ്റ് ദാറ്റ്. ഓഫ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗ്രാൻഡ് മോസ്കും പിന്നെ ഹൈവേയും കുറച്ച് പരിപാടികളുമാണ്. സോ ഐ ടോൾഡ് യു ഗൈസ്, വ്യൂസ് ആർ അബ്സല്യൂട്ട്ലി അമേസിങ് ഫ്രം ദിസ് ഫ്ലോർ. അതായത് ഏറ്റവും മുകളിലേക്ക് പോകുന്തോറും വ്യൂ കുറച്ചുകൂടി ബെറ്ററായി വരുന്നല്ല പറയണത്. നൈറ്റ് വ്യൂ ഇതിനേക്കാൾ അടിപൊളിയായി. നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഐ തിങ്ക് ഐ ഹവ് പുട്ട് എ സ്റ്റോറി ഓൺ ഇൻസ്റ്റാഗ്രാം ബിഫോർ. നമ്മുടെ വ്യൂ വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ഫാർദസ്റ്റ് സൈഡിലുള്ള അപ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങനെ പോകണം. എന്ത് രസമാണ് മറ്റേ ലൈറ്റൊക്കെ ചെയ്തിട്ട്. ശരിക്കും നമ്മുടെ നല്ല നല്ല ഫേമസ് പ്രോപ്പർട്ടീസിൻ്റെ പോലത്തെ ഇൻറ്റീരിയേഴ്സാണ് ഇവരിവിടെ നോർമൽ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സിന് കൊടുത്തിട്ടുള്ളത്. നോർമൽ അല്ല, ദിസ് ഇസ് മോർ ഓഫ് എ ലക്ഷറിയസ് അപ്പാർട്ട്മെൻറ്റ്. അതെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് സയ്യിദ് സ്പോർട്സ് സിറ്റി. അബുദാബിയിലുള്ള ഷെയ്ഖ് സയ്യിദിൻ്റെ പേരിലുള്ള സയ്യിദ് സ്പോർട്സ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്പോർട്സ് കോംപ്ലക്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ എന്തൊക്കെ വാട്ട് എവർ സ്പോർട്സ് ദാറ്റ് യു ക്യാൻ ഇമാജിൻ ഇറ്റ്സ് ഹിയർ. അതൊരു സ്റ്റേഡിയമാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. ഇവിടെ ഒരു മറ്റേ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെയും ടെന്നീസ് കോർട്ടിൻ്റെയും സംഭവങ്ങളുണ്ട്. നേരെ താഴെ നോക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബൗളിംഗ് ആലി. ആൻഡ് ദെൻ റൈറ്റ് സൈഡ് ഇറ്റ്സ് എ ബാഡ്മിൻ്റൺ കോർട്ട്. പിന്നെ എന്തൊക്കെയാണ്, wherever you can look at this place there is something related to sports happening there. അപ്പോൾ ചുറ്റും മൂന്ന് സൈഡിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കാം. കുട്ടിപ്പട്ടാളം അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യാൻ പോകണം, വി ആർ ഗോണ സ്ട്രൈറ്റ് ഗെറ്റ് ഇൻടു ദ സീരിയസ് വർക്ക്സ്. മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ഇൻഗ്രീഡിയൻസും ചില ഇതിന് വേണ്ട ആക്സസറീസും നമ്മുടെ കയ്യിലില്ല. പക്ഷേ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു കുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാൻ പോകണം. നമ്മൾ എന്താ പറയണേ, മറ്റേ നെസസിറ്റീസ് എന്നല്ലല്ലോ പറയാം, കുറവുകൾ എന്താ പറയുക, വോട്ട് യു കോൾ ലൈക്ക് നമ്മുടെ ഇല്ലായ്മകളെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് വി ഗോണ ഇംപ്രൊവൈസ് ആൻഡ് മേക്ക് സംതിങ് ഔട്ട് ഓഫ് വാട്ട് വി ഹാവ്. അപ്പോൾ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിപ്പിയിൽ പറയുന്നത് ഹാഫ് കപ്പ് ബട്ടർ, സോഫ്റ്റ് ബട്ടർ ഇവിടെ ഉണ്ട്. 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ ഇവിടെ ഉണ്ട്. പഞ്ചസാര ഇവിടെ ഉണ്ട്. താഴെ മഞ്ഞളുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഓക്കെ. ഷുഗർ ഇവിടെ ഉണ്ട്. ഒരു മുട്ട, നോ പ്രോബ്ലം, നമുക്ക് ഒരു മുട്ട ഇടാം. നമുക്ക് മുട്ട ഇതിലിടാം. വി നീഡ് 1 ഹോൾ എഗ് ആൻഡ് ദെൻ വാനില എക്സ്ട്രാക്റ്റ് ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറേ സാധനങ്ങൾ സെറ്റായി. 1/4 ഒരു സ്പൂൺ ഓഫ് വാനില എക്സ്ട്രാക്റ്റ്, ഒരു ടീസ്പൂൺ ഓഫ് ഓക്കെ 3/4 ഭാഗം ടീസ്പൂൺ ഓഫ് ഉപ്പ് ഇവിടെ ഉണ്ടല്ലോ, ഉപ്പ് ഇവിടെ ഉണ്ട്. 1 teaspoon of baking powder. We have baking powder right here. And then 2 cups of all-purpose flour. We have all-purpose flour idhar. And then ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഐപാഡ് കാണാനില്ല. 2 cups of all-purpose flour. പിന്നെ 2/3 cups of frozen blueberries. ഇത് ആക്ച്വലി ഇതിൻ്റെ പിന്നിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് തിന്നാൻ വേണ്ടി ഞാൻ മേടിച്ചാണ്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ചുമ്മാ എനിക്ക് ബെറീസ് ഭയങ്കര ഇഷ്ടം. ബ്ലൂ മാത്രമല്ല, എല്ലാ ബെറീസും ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചുമ്മാ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചാണ്. പക്ഷേ ഇതിൽ കുറച്ചൊക്കെ ചെറുതായിട്ട് ചീഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ഇംപ്രൊവൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. സോ വി ഗോണ മേക്ക് ബ്ലൂബെറി മഫിൻസ് ടുഡേ, ബ്ലൂബെറി കുക്കീസ് ടുഡേ. സോറി,
ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് റെസിപ്പിയിൽ നോക്കിയിട്ട് എന്താ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. റെസിപ്പിയിൽ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇൻസ്ട്രക്ഷൻസ് തുടങ്ങുന്നത് തന്നെ മൈക്രോവേവ് ദ ഫ്രോസൺ ബ്ലൂബെറീസ് അവിടെ. അപ്പോൾ മൈക്രോവേവ് ദ ഫ്രോസൺ ബ്ലൂബെറീസ് ഫോർ 30 to 60 seconds until they are soft enough to mash. Then mash with a fork until all the berries are mashed. Place in the fridge until the texture is less watery and thicker like a jam. അതായത് 30 തൊട്ട് 1 മിനിറ്റ് വരെ ഈ ഫ്രോസൺ ബ്ലൂബെറീസിനെ വെള്ളത്തിലിട്ടല്ല, വെറുതെ മൈക്രോവേവ് ചെയ്താൽ മതി. ഒരു പാത്രം എടുക്കും, ഇത് മൈക്രോവേവിൽ വയ്ക്കാൻ പറ്റുന്ന പാത്രമാണല്ലോ. അതെ. അപ്പോൾ നമ്മുടെ ദിസ് ആർ ദ ബ്ലൂബെറീസ് ദാറ്റ് വി ഹാവ്. ബ്ലൂബെറീസിനെ നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം, ഇത് ഞാൻ കഴുകി വെച്ചിട്ടുള്ള ബ്ലൂബെറീസാണ്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എന്നിട്ട് നേരെ മൈക്രോവേവിൽ 1 മിനിറ്റ് വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലൂബെറീസ് നമ്മൾ മൈക്രോവേവിലേക്ക് കയറ്റി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 to 60 seconds കഴിയുമ്പോൾ സെയിം ബ്ലൂബെറീസിനെ നമ്മൾ മാഷ് ചെയ്യണം. മാഷ് ചെയ്തിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ലെറ്റ്സ് സീ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഹീറ്റ് ദി ഓവൻ ടു 350 Fahrenheit ആൻഡ് ലൈൻ 2 ബേക്കിംഗ് ഷീറ്റ്സ് വിത്ത് പാർച്ച്മെൻറ്റ് പേപ്പേഴ്സ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓവൻ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ 1 Fahrenheit എത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഫാരൻഹൈറ്റിൻ്റെയും സെൽഷ്യസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഐ തിങ്ക് 1 Celsius is 27 Fahrenheit. അങ്ങനെ എന്തോ അല്ലേ? സോറി, ഷെറ്റ്, ഐ വാസ് റോങ്. 27 അല്ല, എൻ്റെ ഒരു നമ്പർ വിട്ടുപോയതാണ്. അതായത് 1 Celsius ഇൻ Fahrenheit. പോടി അവിടെ നിന്ന് ആള് എന്നെ തെറ്റിക്കാൻ നോക്കായിരുന്നു ഗൈസ്. കൺവേർഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ 1 degree Celsius എന്ന് പറഞ്ഞാൽ 33 degree Fahrenheit ആണ്. അപ്പോൾ ഇതിൽ വേണ്ടത് 350 degree Fahrenheit 350 degree Fahrenheit എന്ന് പറഞ്ഞാൽ 176, അപ്രോക്സിമേറ്റ്ലി 180 degree Celsius നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. ഇനി ബെറീസ് മാഷ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമുക്ക് മാഷ് ചെയ്യേണ്ടി വന്നില്ല ഗൈസ്. ബെറീസ് സ്വന്തമായി മാഷ് ആയിരിക്കുകയാണ്. ഓവനിലിരുന്ന് കുറച്ച് സമയം കൂടി പോയി. മാഷ് ചെയ്യുന്നത് കാണണ്ടേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബ്ലൂബെറി മാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല പുകയൊക്കെ പാറുന്നുണ്ട് ബ്ലൂബെറിയുടെ അകത്തുനിന്ന്. വാവ്. ഇതെങ്ങാനും കുറച്ച് എൻ്റെ മേത്തേക്ക് തെറിച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീഷർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഏകദേശം ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഒരു എത്ര മിനിറ്റ്സാണ്? 10 to 20 minutes ഫ്രിഡ്ജിൽ വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ചൂടിലായിരിക്കണം. കുറച്ച് നേരം പുറത്തിരിക്കട്ടെ, മാറ്റി വയ്ക്കാം. വെള്ളത്തിൽ വയ്ക്കാം. ശരിയാ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ചേച്ചി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് preheat the oven to 350 degree Fahrenheit, that is 180 degree Celsius. 2 ബേക്കിംഗ് ഷീറ്റ്സ് പാർച്ച്മെൻറ്റ് പേപ്പറായിട്ട് വയ്ക്കുക. ഓക്കെ. ഇൻ ദ മീൻ ടൈം ഉറങ്ങിക്കൊണ്ടിരുന്ന 2 പേര് ആത്മാക്കളോട് എഴുന്നേറ്റ് വന്നിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്യാമറ തിരിക്കാനുള്ള എന്നെ കൊല്ലും. അപ്പോൾ ഇൻ ദ ബൗൾ ഓഫ് എ സ്റ്റാൻഡിങ് മിക്സർ. ഓക്കെ, പ്രീഹീറ്റ് ചെയ്യണത് അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. In the bowl of a standing mixer with the paddle attachment or a handheld mixer, combine butter and sugar mixing until light and fluffy. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ഇതെടുക്കണം. എന്തെടുക്കണം? ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മെഷർ ചെയ്തെടുക്കണം. അസിസ്റ്റൻറ്റ് മെഷർ ചെയ്യൂ. ആരാ? അല്ല, ഞാൻ എന്നോട് തന്നെ പറയായിരുന്നു. മെഷറിംഗ് കപ്പൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. കഴുകിയെടുത്തോ. അസിസ്റ്റൻറ്റിനെ കഴുകാൻ പറ്റും. എന്താ? കിട്ടില്ല, അങ്ങനെ പറ്റില്ല. ഇത് ഇത്രയും പൊട്ടിക്കുക. അപ്പം ഇങ്ങനെ ഫ്ലോർ എടുക്കേണ്ടത് എത്രയാണെന്നറിയോ? 1/2 cup ബട്ടർ സോഫ്റ്റൻഡ്, പിന്നെ എവിടെ ഇതിൽ ഫ്ലോർ വേണ്ടേ? 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് നമുക്ക് ആവശ്യമുള്ളത്. കപ്പ് എവിടെ? മെഷർ കഴുക്. ആണോ? അപ്പോൾ കുഴപ്പമില്ല. ഫ്ലോർ എടുക്കാനില്ലെങ്കിലും കപ്പ് കഴുകണമെന്ന് നിർബന്ധമില്ല ഗൈസ്. അപ്പോൾ അതെ, നമ്മുടെ ആദ്യത്തെ കപ്പ് ഓഫ് ഫ്ലോർ ഗോസ് ഇൻ ടു ദ ബൗൾ. രണ്ടാമത്തെ കപ്പ് ഓഫ് ഓൾ പർപ്പസ് ഫ്ലോർ ഗോസ് ഇൻ ടു ദ റോസ് ഇൻ ദ ബാസ്ക്കറ്റ്. ഫ്ലോർ ഇട്ടു. ഇനി സോൾട്ടും ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് തന്നെ ഇടണം. അപ്പോൾ സോൾട്ട് വരുന്നത് 3/4 ടീസ്പൂൺ. ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞിതല്ലേ? ഇതാണ് നിങ്ങൾക്ക് ഇനി ബേക്ക് ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇങ്ങനത്തെ കപ്പുകൾ മേടിക്കാൻ കിട്ടും. ദിസ് ഇസ് 1 cup. ടീസ്പൂൺ ഇവിടെ ഉണ്ടോ?
അത് 1/4 ആണ്. 3/4 വേണം. 1/4 3 എടുത്ത് കഴിഞ്ഞാൽ 3/4 ആയില്ലേ? ഇല്ല. അതെ ശരിയാണ്. 3/4 ടീസ്പൂൺ ഇല്ല. ഉണ്ട് ക്ലേ വെച്ച് വെച്ചു. ഡോണ്ട് വറി ഗൈസ്, നമ്മൾ സേഫാണ്. അപ്പോൾ 1/4 ഇട്ടു. ഇതും കൂടി ഇടുമ്പോൾ നമ്മൾ 1/5 ആയി. അല്ല ശരി, 1/2 ആയി. 1/4 കഴിഞ്ഞു, 1/2 ആയി. ഇനി ഇത് കഴിഞ്ഞാൽ 3/4. അപ്പോൾ 3/4 സോൾട്ട് ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ. അങ്ങനെ 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡറും നമ്മുടെ മിക്സിലേക്ക് കയറി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒച്ചെടുക്കല്ലേ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡിങ് മിക്സറിലേക്ക് ബട്ടറും ഷുഗറും കൂടി മിക്സ് ചെയ്യണം. അണ്ടിൽ ലൈറ്റ് ആൻഡ് ഫ്ലഫി. ബട്ടർ എന്തോരം വേണ്ടതെന്ന് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അവർ. 1/2 കപ്പ് സോഫ്റ്റ് ബട്ടർ. ഒരു സൂത്രം അറിയോ നിങ്ങൾക്ക്? ഇങ്ങനെ ഫ്ലോർ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല. സാധാരണ ആരോ ഒരു ഇതിൽ ഞാൻ അങ്ങനെ എടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റാനുള്ള ഗൈസ്. ബട്ടർ വേണു 1/2 കപ്പ്. എന്തിനാ? ഓക്കെ, അങ്ങനെ സോഫ്റ്റ് ആക്കണം എന്നാണ് പറയണത്. ഓക്കെ, എൻ്റെ തെറ്റാണ് ഗൈസ്, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ബട്ടർ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ ഇടണം. എത്ര ഷുഗർ? 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ. മറ്റേ കപ്പ് എടുക്കഴിഞ്ഞ് ഗ്രാനുലേറ്റഡ് ഷുഗർ എന്ന് വെച്ചാൽ പൗഡർ ഷുഗർ അല്ല ഗൈസ്, സാധാ വൈറ്റ് ഷുഗർ ആണ്. പൗഡർ ഷുഗർ വേണ്ട. അല്ല, സാധാ വൈറ്റ് ഷുഗർ ആണ് ഗ്രാനുലേറ്റഡ് ഷുഗർ. മാസ്റ്റർ ഷെഫ് അബുദാബിയിൽ ഞങ്ങൾ ഗ്രാനുലേറ്റഡ് ഷുഗേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതിനെ ടേബിൾ ഷുഗർ എന്ന് വിളിക്കാം. ഇനി അയറുവാ, ഓടിവാ. കുഴപ്പമില്ല. ഹായ് പൊടി. മാസ്റ്റർ ഷെഫ് ഐറിൻ വന്നിട്ടുണ്ട്. ഇട്ടോളൂ, ഇട്ടോളൂ. ഓക്കെ, താങ്ക് യു. അസിസ്റ്റൻസ് ഒക്കെ ഇനി സൈഡിൽ ഇരുന്നോളൂ. ഞങ്ങൾ ഇനി വിസ്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാണിച്ചു തരാം. ബൈ. അപ്പോൾ നമ്മുടെ ബട്ടറും ഷുഗറും കൂട്ടിയിട്ട് നമ്മൾ വിസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇതിൻ്റെ അകത്തേക്ക് ഇടണം അല്ലേ? അതായത് നമ്മുടെ ഡോ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഡ്രൈ ബ്ലൂബെറീസ് എടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്ത് പിന്നെ അതിനകത്തോട്ട് എഗ് ഇടണം, വെനില ഇടണം, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് വേണം ഡ്രൈ ഇടാനായിട്ട്. അപ്പോൾ ബ്ലൂബെറീസും കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബ്ലൂബെറിയുടെ മിക്സ്ചർ നമ്മൾ നേരെ ഈ ഒരു ബട്ടറിൻ്റെ സംഭവത്തിലേക്ക് ആഡ് ചെയ്യണം. ഞാനത് കാണിച്ചു തരാം. ഒരു സ്പൂൺ എടുത്തിട്ട് ബാക്കിയുള്ളത് പഠിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ആ ബ്ലൂബെറിയുടെ നമ്മൾ നേരത്തെ മിക്സ്ചർ ഇതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എഗ്ഗും വാനിലയും കൂടി ഇത് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്യണം. അല്ല, നമുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ചെയ്യാം, അതല്ലേ കുറച്ചുകൂടി എളുപ്പം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. എഗ് എവിടെ ആ മുട്ട എവിടെ? അപ്പോൾ ഈ എഗ്ഗ് ഇങ്ങനെ എടുത്തിട്ട്, ഇപ്പോൾ പോയനെ, ഇങ്ങനെ എടുത്തിട്ട് കത്തി എവിടെ? കത്തി നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ നേരെ ഇടാം. കോഴിയുടെ മുട്ട കറക്റ്റായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് പിന്നെ വാനില എന്തോരം വേണം? 1/4 ഓഫ് വനീല എക്സ്ട്രാക്ട്. ആയിവാ, വാനില എക്സ്ട്രാക്ട് ഒരു 1/4 നമ്മുടെ ഈ ഒരു വെറ്റ് മിക്സിലേക്ക് ഇടാം. സ്മെൽസ് റിയലി ഗുഡ്. എന്നിട്ട് ഇനി നേരെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വിസ്ക് ചെയ്യണം. നേരെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇനി ഇത് വിസ്ക് ചെയ്യാം നമുക്ക്. ഇനി നേരെ ഇത് ഹൈവ ഇത് നോക്കിയാൽ കാണാൻ എന്ത് രസമാണ്. നേരെ ഇതിവിടെ വെച്ചിട്ട് വിസ്ക് ചെയ്യാം. അങ്ങനെ മാസ്റ്റർ ഷെഫ് ഏഞ്ചൽ ഇസ് വിസ്കിങ് ദ ബ്ലൂബെറി മിക്സ്. ഇൻ ദ മീൻ ടൈം നമുക്കിവിടെ 2 കുരുപ്പുകൾ ഇരിപ്പുണ്ട്. പറയൂ, എങ്ങനെയുണ്ട് ബ്ലൂബെറി? ബ്ലൂബെറിയുടെ ടേസ്റ്റ് ഇല്ലാത്ത ബ്ലൂബെറി ആണോ അത്? സ്മൈൽ. ആർ യു ഗൈസ് എക്സൈറ്റഡ് ഫോർ ദ ബ്ലൂബെറി കുക്കി? അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂബെറി മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് എനിക്ക് തോന്നുന്നു
ക്വാണ്ടിറ്റി കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഒരു 10-15 കുക്കി ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓൾറൈറ്റ് വിൽ പുട്ട് ദിസ് ഇൻ ടു ദിസ് ഓർ ദിസ് ഇൻ ടു ദിസ്. ഓൾറൈറ്റ് കുറച്ചേ അല്ലേ നമ്മുടെ നോക്കൂ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നേരെ കുറച്ചിട്ടു. ഇനി ഇത് നേരെ മിക്സ് ചെയ്യാം. മിക്സ്. നമ്മുടെ ഡോ അപ്പം റെഡിയാവും. ദേ കുരുപ്പ് നമ്പർ 3 ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പറയൂ അബി, ഹൗ ഇസ് അപ്പ്, വാട്ട് ഇസ് അപ്പ്, വേർ ആർ യു? പിള്ളേർക്ക് കിഡ്സ് നോ വാട്ട് ടു ഡു. They're asking you to subscribe. സബ്സ്ക്രൈബ്. ആക്ച്വലി ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത് കൈ കൊണ്ടാണ്, പക്ഷെ കഴിക്കേണ്ടതുകൊണ്ട് നമുക്ക് കഴിക്കേണ്ടതുകൊണ്ട് സ്പാറ്റിൽ വെച്ച് ചെയ്യുന്നു. അപ്പം ഇനി ലൈറ്റ് ഇടുന്ന ചടങ്ങാണ്. 1 2 3 4 ഗോ. നോക്കിയപ്പോഴേ ഇത് നോക്കിയേ, ഇതിൽ പിങ്ക് എവിടെ നിന്ന് വന്നത് ഞാൻ ആലോചിക്കുക. ആക്ച്വലി ഇത് പിങ്ക് അല്ല, സൂര്യൻ്റെ ഓറഞ്ച് ആയിട്ടുള്ള ലൈറ്റ് ഈ പറയുന്ന പർപ്പിൾ ബാറ്ററിലേക്ക് അടിക്കുമ്പോൾ പിങ്ക് പോലെ ഫീൽ ചെയ്യണതാ. ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ടിപ്പു സുൽത്താൻ്റെ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഓവൻ ഓണായിരിക്കുകയാണ്. 176 ഡിഗ്രി ഫാരൻഹൈറ്റ് സെൽഷ്യസിലേക്ക് നമ്മൾ ഓവൻ സെറ്റ് ചെയ്തു. ഇനി പ്രീഹീറ്റാണ് വേണ്ടത്. താഴെ നിന്നല്ലേ സാധാരണ, അല്ല പ്രീഹീറ്റ് മോളിൽ നിന്നല്ലേ, കുക്കീസ് മോളിൽ നിന്നല്ലേ വരണ്ടേ, 2 സൈഡിൽ നിന്ന് സെറ്റ് ചെയ്തു. ഇനി ഇത് ഓൺ ചെയ്താൽ മതി. ഓവൻ പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് ഇവരുടെ കിച്ചണിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. കുറച്ച് പ്രശ്നമാണ്, പക്ഷെ എന്നാലും ഇതാണ് ഇവിടെ കിച്ചണിൽ നിന്നുള്ള വ്യൂ. ഓവൻ പ്രീഹീറ്റ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് ബേക്കിംഗ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. നമ്മുടെ കുക്കിയുടെ ഓവൻ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസ്, 176 ഡിഗ്രി സെൽഷ്യസ് ടു ബി എക്സാക്ട്. പിന്നെ നമ്മുടെ കുക്കി ഡോ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കുക്കി ഡോ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ആകെ വരാനുള്ളത് ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ സ്പൂൺ സ്കൂപ്പ് ചെയ്തിട്ട് ഓവനിൽ വെക്കും. ഓവനിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 to 10 minutes ആണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ എഡ്ജസ് ഡ്രൈ ആയിട്ടിരിക്കണം. സെൻറ്റർ ക്രിസ്പി, സെൻറ്റർ കുറച്ച് മോയ്സ്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ടു സ്റ്റോപ്പ് ദർ ആൻഡ് വി ഹാവ് ടു ലീവ് ഇറ്റ് ഔട്ട്സൈഡ് ഫോർ ഓൾമോസ്റ്റ് 15 to 20 minutes. അപ്പോഴാണ് അത് ഫ്ലഫി ആയിട്ടുള്ള മിഡിൽ പോർഷനും നല്ല ഷാർപ്പായിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള എഡ്ജസും കിട്ടുക, ക്രസ്റ്റഡ്. അപ്പോൾ സീവേസിൻ്റെ പേര് അങ്ങനെ നമ്മുടെ എല്ലാ ഡൗ അതിലേക്ക് നമ്മൾ കുറച്ച് ടോബ്ലറോണിൻ്റെ ചോക്ലേറ്റ്സ്, ചോക്കോ ചിപ്സ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലല്ലോ, അപ്പോൾ അതിന് ഇംപ്രവൈസ് ചെയ്തുകൊണ്ട് ടോബ്ലറോണിൻ്റെ കുറച്ച് ചോക്ലേറ്റ്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ പൊടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഓവൻ പ്രീഹീറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കുട്ടിപ്പടാൾ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ബട്ടർ പേപ്പറും എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരിട്ട് കുക്കീസ് സെറ്റ് ചെയ്യണതിലേക്ക് മീഡിയം കുക്കി സ്പൂൺ ഓർ കുക്കി സ്കൂപ്പ് ഓർ സ്പൂൺ ടു മേക്ക് 1/2 to 2 tablespoon size balls and place them on the baking sheet around 3 to 4 inches apart. Bake the cookies 1 sheet at a time 8 to 11 minutes. Okay, അപ്പോൾ 1.5 to 2 tablespoon ഇതിൻ്റെ സൈസിൽ ഡോ മിക്സ് ചെയ്തെടുക്കണം. ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് തുടയ്ക്കുക. ഷീറ്റിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യുക. എൻ്റെ കയ്യിൽ കുറച്ച് സ്പ്രേ അടിച്ച് മോളിൽ നിന്ന് പൊന്നിച്ച് പിടിച്ചിട്ടടിക്കുക. ഓക്കെ, നേരെ ബോൾസായിട്ട് ഇതിനെ ഉരുട്ടുക. 3 to 4 inches അപ്പാർട്ടായിട്ട് വയ്ക്കുക. ഫസ്റ്റ് ബോൾ ഇവിടെ വയ്ക്കുക. കുക്കിയുടെ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. ബ്ലൂബെറിയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് ഇതേ. ഇപ്പം നമ്മുടെ കറക്റ്റായിട്ടൊരു 9 കുക്കീസ് അല്ലേ, 9 കുക്കീസിനുള്ള ഡോ നമുക്ക് റെഡിയായി. സ്പേസിംഗ് ഒന്നും അത്ര കറക്റ്റാണെന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ പ്രശ്നമില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ്. ഓവൻ റെഡിയാണ്. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. 9 കുക്കി ഡോസ്
റെഡി ആയിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണോ? ചോക്ലേറ്റിൻ്റെ അങ്ങനെ എന്തെങ്കിലും വേണ്ടല്ലേ? ആവശ്യത്തിന് മറ്റേ കുക്കി സ്പ്രിങ്കിൾസിന് പകരം, അതായത് ചോക്കോ ചിപ്സിന് പകരം ചോക്ലേറ്റ് മിക്സ് ചെയ്തൊക്കെ അത്യാവശ്യം വിജയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സാധനങ്ങളും നടന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ മാസ്റ്റർ ഷെഫിൻ്റെയിലേക്ക് കൈ മാറിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് വെച്ചാൽ മതി. കൈ പൊള്ളിക്കാതെ ഓവൻ തുറന്ന് ഓവൻ്റെ അകത്തേക്ക് നേരെ കയറ്റാം. 176 to 180 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കണത്. അത് ഇനി സൂക്ഷിച്ച് വെക്കണേ. ഓവൻ്റെ അകത്തേക്ക് നമ്മുടെ സാധനം കയറി ഓവൻ ക്ലോസ് ചെയ്യുന്നു. ഇനി കറക്റ്റായിട്ട് പറഞ്ഞാൽ 8 to 11 minutes ഓഫ് ബേക്കിംഗ് ആണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ 8 to 11 minutes ഓഫ് ബേക്കിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്ജസ് ക്രിസ്പിയും മിഡിൽ ഭാഗം കുറച്ച് ഇതായിട്ടിരുന്നാൽ ഡവ് ആയിട്ടിരുന്നാലും കുഴപ്പമില്ല. ദാറ്റ് ഇസ് ഹൗ വി വാണ്ട് ഇറ്റ്. പുറത്തിറക്കി വെച്ച് കഴിയുമ്പോൾ കുറച്ച് കുക്കാവുന്നൊക്കെയാണ് പറയുന്നത്. സോ ലെറ്റ്സ് സി യു ഗൈസ് ആഫ്റ്റർ 8 to 10 minutes. നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. മോൾ ഭാഗത്ത് കുറച്ചൊരു കരി പോലെ ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ബ്ലൂബെറി കുക്കീസ് ആയതുകൊണ്ട് ആ ഷെയ്ഡ് തോന്നുന്നത്. ചോക്ലേറ്റ് കുക്കീസ് ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. സൂം ചെയ്ത് കാണിച്ചു തരാം. വാ, പുറത്തേക്ക് എടുക്കാം ഇനി. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. നമ്മുടെ ഓവൻ മിക്സ് എടുത്തതിന് ശേഷം ഒരെണ്ണം ഇവിടെ ഉണ്ടാവുമല്ലോ, ഒരെണ്ണം ഇവിടെ ഉണ്ടാവും. റിസ്കി ആയിട്ടുള്ള പണിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ ഗ്ലൗസിന് മറ്റേ കൈ ഉറ പോലെ ഇടാൻ പറ്റാത്തതുകൊണ്ടേ പിടിക്കാൻ പറ്റില്ല. എവിടേക്കാ? അപ്പോൾ നമ്മുടെ കുക്കീസ് നമ്മൾ അവനിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. മോൾ ഭാഗത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ 2 മിനിറ്റ് 1.5 മിനിറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് മുകളിൽ മാത്രം. പക്ഷേ അകം ഭാഗം എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. പിന്നെ നമുക്കിനി ഒരു 15 to 20 minutes ഇത് കൂൾ ഡൗൺ ആവാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ കുക്കീസ് നമ്മൾ കറക്റ്റായിട്ട് ഈ പേപ്പറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടി കൂൾ ഡൗൺ ആയതിനു ശേഷം പിന്നെ ഇത് മാറ്റി വയ്ക്കണം. കുറച്ച് നേരം കൂൾ ഡൗൺ ആയി അതിൽ നിന്ന് സെറ്റായതിനു ശേഷം വേണം കഴിക്കാനായിട്ട്. ചൂടോടെ ആരെങ്കിലും കുക്കി കഴിക്കുമോ? ചില സ്ഥലത്ത് ചൂടോടെ കഴിക്കുമോ കുക്കി? നീയോ? നമുക്കപ്പോൾ കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ കഴിക്കാം. നമ്മുടെ കുക്കീസ് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി. ഇപ്പോൾ കാണാൻ ആക്ച്വലി നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കണ്ടോ, ദിസ് ഇസ് ദ കുക്കി ദാറ്റ് വി മെയ്ഡ്. കുറച്ച് തിക്ക് കുക്കി ആയിട്ടാണ് വന്നേണത്. ആ ചോക്ലേറ്റും പിന്നെ അതിൻ്റെ അടിയിലുള്ള ബ്ലൂബെറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ മീൻ ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ഇടാത്ത നട്ട്സ് പോലത്തെ എന്തോ സാധനം അതെനിക്ക് തോന്നുന്നു ആ ടോബ്ലറോണിൽ നിന്ന് വന്നതാണ്. പിന്നെ അതേ ബ്ലൂബെറി ഇരിക്കണമെങ്കിൽ ഓ മൈ ഗോഡ് ദിസ് ലുക്ക് സോ യമ്മി. ടേസ്റ്റ് സോ യമ്മി ആണോന്ന് ഇപ്പോൾ പറയാം. പറയൂ ഷെഫ്. നല്ല ക്രിസ്പി ഔട്ട്സൈഡാണ്, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അകത്തേക്കൊന്ന് പോയി നോക്കി, കുറച്ചുകൂടി കടിച്ചെടുത്ത് നോക്കി. It's cooked, right? Okay, it's well cooked. Very chewy, but the outside is very crispy. Oh. In case you're wondering, that is exactly what we were going for. ഞങ്ങൾ ഔട്ടർ കവർ നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള ഔട്ടർ ഷെല്ലും ഈ അകത്ത് നടുക്ക് ഭാഗത്ത് നല്ല ഡവി ആയിട്ടുള്ള കുറച്ച് മോയ്സ്റ്റ് ആയിട്ടുള്ള കുക്കിയാണ്. ഇനി മാസ്റ്റർ ഷെഫ് 2.0 ട്രൈ ചെയ്ത് നോക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നോക്ക്, പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. ഔട്ടർ ഷെയറിൽ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല ഡോവി. അത് ബ്ലൂബെറി ഇസ് നോട്ട് ഡ്രൈഡ് ഔട്ട്. ബ്ലൂബെറിയുടെ ഫ്ലേവർ. ഓക്കെ മാസ്റ്റർ ഷെഫ് ഐറൻ പറയൂ, എന്താ കഴിച്ചിട്ട് തോന്നിയേ? ആരെ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു കുക്ക് ആയിരുന്നില്ല. ഞങ്ങൾ കുറച്ചുകൂടി തിന്നായിട്ടുള്ള, പക്ഷേ ഞങ്ങൾ ഡവ് കുറച്ച് ബോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ വലുതാക്കി വെച്ചതുകൊണ്ട്
കുറച്ച് തിക്ക് കുക്കി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റുക. ഐ ഫീൽ ലൈക്ക് ഷെയ്ക്കൊക്കെ അടിക്കാനായിട്ട് കുക്കി അടിപൊളിയായിരിക്കും. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമലി ഞാൻ ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ കഴിക്കാറില്ല, കാരണം എനിക്ക് ബട്ടറി ആയിട്ടുള്ള ടേസ്റ്റ് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഇതിൽ ബട്ടറി ടേസ്റ്റ് ഒട്ടും അങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കണില്ല. കുക്കി ഡോവിൻ്റെ ആ ഒരു പക്ക പെർഫെക്റ്റ്ലി വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ബ്ലൂബെറി ഫ്ലേവർ തന്നെയാണ്. ഇത് കണ്ടോ, മോയിസ്റ്റ് ആയിട്ടുള്ള ബ്ലൂബെറി ഇരിക്കണുണ്ടോ അവിടെ. എനിക്ക് തോന്നുന്നു അടുത്തതിൽ നമുക്ക് ബ്ലൂബെറി ഇത്രയും മാഷ് ചെയ്യണ്ട. ഇത്രയും മാഷ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി മോയിസ്റ്റ് ആയിട്ട് ആ വെറ്റ് ബ്ലൂബെറി കിട്ടും. ബ്ലൂബെറി കുറച്ചുകൂടി വേണമായിരുന്നു, ബ്ലൂബെറി കുറവായിരുന്നു. പക്ഷെ എന്നാലും ആ ബ്ലൂബെറിയുടെ ക്വാളിറ്റി കാരണം ടേസ്റ്റ് റിലീൻ ആയിരുന്നു. അപ്പോൾ അയ്യോ, 2 മെയിൻ റിവ്യൂവേഴ്സ് വരാനുണ്ട് ഗൈസ്. ഞാൻ നിങ്ങളോട് ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു, അല്ല ഈവനിങ്ങിൽ പറഞ്ഞായിരുന്നു, ഞാൻ രാത്രി ഇവിടുത്തെ ബാൽക്കണിയിലെ വ്യൂ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഷോ യു ഗൈസ് നൗ. ആ ഏരിയ, ആ ഭാഗത്തായിട്ടാണ് സിറ്റി വരുന്നത്. ദാറ്റ് ഇസ് അബുദാബി സിറ്റി. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ സയ്യിദ് സ്പോർട്സ് സിറ്റി. ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എന്തുട്ടാ സ്റ്റേഡിയമാണ്, അതൊരു സ്റ്റേഡിയമാണ്, ഇതൊരു ബൗളിംഗ് കോർട്ടാണ്. ദർസ് എ ലോട്ട് ഓഫ് സ്പേസസ് ആൻഡ് എവറിത്തിങ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കടലാണ്. അവിടെ നമുക്ക് നക്ഷത്രം കാണാൻ പറ്റും. അത് കടലാണ്, അങ്ങോട്ട് അത് ഓപ്പൺ സീയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നിന്ന് നല്ല രീതിക്കുള്ള കാറ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഇതിൻ്റെ നമ്മൾ നിൽക്കുന്ന ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ സെയിം അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിലെ ബാക്കിയുള്ള ബിൽഡിങ്ങുകളെക്കാളും ഹൈറ്റിലാണ്. കാരണം ദിസ് ഇസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ്. കണ്ട സ്റ്റേഡിയം. ഇതൊരു പാർക്കാണ്. വീക്കെൻഡ്സിലൊക്കെ ഞാൻ ഒരു വീക്കെൻഡിൽ ഇവിടെ പുറത്തിറങ്ങിയ സമയത്ത് ഫുൾ ആൾക്കാരായിരുന്നു. ഇതിൻ്റെ അകത്ത് ഫുള്ള് മറ്റേ ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് വന്ന് ചെറിയ ചെറിയ ഗ്രില്ലുകളും പരിപാടികളായിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് ഫുഡ് ഗ്രില്ല് ചെയ്ത് ചിക്കനും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് കഴിച്ച് അങ്ങനെ ചില്ല് ചെയ്യുന്ന പരിപാടി. പിന്നെ അവിടെ ഒരു ടർഫ് കാണാം. സോ ദിസ് ഇസ് ബേസിക്കലി എ സ്പോർട്സ് ഏരിയ. ഒരു മെഡിക്കൽ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ദിസ് ഇസ് എ ഫേമസ് ഹോസ്പിറ്റൽ. ഇനി ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ഗെറ്റ് എ പീക്ക് ഓഫ് ഷെയ്ഖ് സയ്യിദ് മോസ്ക്, ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാത്രിയിലത്തെ വ്യൂ. ആൻഡ് വി ആർ ഷൂട്ടിംഗ് ഓൾ ഓഫ് ദീസ് ഫുട്ടേജസ് ഇൻ നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3. അതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ശരി, കാണാം. അപ്പോൾ നമ്മുടെ മെയിൻ താരങ്ങളിൽ ഒരാളായിട്ടുള്ള മിസ്റ്റർ അബിഗേൽ മരിയ, നമ്മുടെ ഫസ്റ്റത്തെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ഒരാൾ കുക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കഴിച്ചു നോക്കൂ. കഴിക്കണേക്കാൾ മുമ്പ് എങ്ങനെയാ നീ നല്ലതെന്ന് പറയണേ? കഴിക്കത്. ഇഷ്ടായോ? എന്തിന്റെ ടേസ്റ്റ് അതിന്? ബ്ലൂബെറിയുടെ ടേസ്റ്റ് ആണോ? ഇഷ്ടായോ? അടുത്ത സ്റ്റാർ ആയിട്ടുള്ള മിസ്റ്റർ ആദം ജോൺ ആണ് കഴിക്കാൻ പോകുന്നത്. പക്ഷെ ആദം ജോൺ അല്ലല്ല, ആദം പോളാണ് കഴിക്കാൻ പോകുന്നത്. അത് സിനിമയുടെ പേര് വന്നത് എനിക്ക്. കഴിക്കി എങ്ങനെയുണ്ട്? എന്തിന്റെ ടേസ്റ്റാ പറഞ്ഞേ? ബ്ലൂബെറിയുടെ ടേസ്റ്റ് ആണല്ലേ. ഇഷ്ടായോ? ഓക്കെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് എന്താ? ബ്ലൂബെറി കുക്കീസ് ആണ് നമ്മൾ ട്രൈ ചെയ്തത്. നമ്മുടെ മാസ്റ്റർ ഷെഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ബ്ലൂബെറി കുക്കി ഇഷ്ടപ്പെട്ടു. യു ഗൈസ് ക്യാൻ ട്രൈ ഇറ്റ്. ഇതൊക്കെ നമ്മൾ കുക്കറി ഷോയിൽ പറയുന്നൊന്നുമില്ല. വേണമെങ്കിൽ കാണാൻ, എൻജോയ് ചെയ്യുക, ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കഴിക്കാത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളെല്ലാവരും പറയാറുള്ള പോലെ ലൈക്ക് പറ, ലൈക്ക് ഷെയർ ക്യാഷ് പ്രൈസ് പറ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തിക്കോ.